ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു വീഡിയോ ആണ് ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് അടിച്ചിരിക്കും, കമൻറ്റ് ചെയ്തിരിക്കും, ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാരണം ഇതുപോലുള്ള ടീംസിനെയൊക്കെ വലിച്ചീറി ഒട്ടിക്കണമെങ്കിൽ നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടൊക്കെ വേണം. റിനി ആൻഡ് ജോർജ് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പോയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൂവി കണ്ടം വഴി ഓടിച്ചു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്കറിയാം രാഹുൽ എന്നൊരു വ്യക്തിയെ ഇന്ന് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കാനും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് വെളിയിൽ കളയാനൊക്കെ റിനി കളിച്ച കളികൾ വി.ഡി. സതീശൻ്റെ കൂടെ കൂട്ടുകൂടി പുള്ളിയുമായിട്ട് അടുത്ത് ഞാൻ ഇതിനകത്ത് വി ഡി സതീശനെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം പുള്ളിയുടെ കൂടെ അടുപ്പം സ്ഥാപിച്ച് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയാണ് റോൾ മോഡൽ, മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞ് പുള്ളിയുടെ കൂടെ കൂടിയിട്ട് രാഹുലിനെ പെടുത്താനെ കൊണ്ട് കൂടിയത് മാത്രമാണ് ഈ റിനി ആൻഡ് ജോർജ്. എന്തായാലും ഇന്ന് നടന്ന സംഭവം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. കണ്ടം വഴി കൂവി ഓടിച്ച് വേറെ ആരുമില്ല, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ. റിനിയെ കണ്ടം വഴി കൂവി ഓടിച്ച് അതേ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചിലേറ്റി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന കാഴ്ചകളാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മളെല്ലാവരും കണ്ടത് അല്ലേ? എല്ലാവരും വീഡിയോസൊക്കെ കണ്ടെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഈ വീഡിയോയിൽ ഞാൻ വെച്ച് തരാം. അപ്പം ഇത് കണ്ടിട്ട് ലൈക്ക് അടിക്കാതെ ആരും പോത്തില്ല മക്കളെ. കാരണം കേരള ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർ വിചാരിച്ച് കാണും ഇതൊക്കെ ജനങ്ങൾ അങ്ങോട്ടും മറന്നു കളയുമെന്ന്. ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്കൊക്കെ ഇതൊക്കെ മറന്നു കളയുമെന്നാണ് ഇവർ വിചാരിച്ചത്. അങ്ങനെയൊന്നും മറക്കത്തില്ല റിനി, ഇതങ്ങനെയൊന്നും മറക്കത്തില്ല. കാരണം നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കാനും അതിനകത്ത് കളിച്ചതൊക്കെ അതൊന്നും മറക്കത്തില്ല. അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഒരു വിഷയം കൊണ്ടിട്ട് തന്നെ റിനിയാണ് ഈ ഒരു വിഷയം കൊണ്ടിട്ട്. എന്നിട്ട് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്ന ഇതുവരെ ആ വ്യക്തിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. അപ്പം ജനങ്ങൾ ഇതൊന്നും മറക്കാൻ പോകുന്നില്ല. എന്ന് നിങ്ങൾ പബ്ലിക്കിൽ ഒരു ജനങ്ങൾ അവിടെ കൂവി വിളിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ വീഡിയോ ആണ്. ഈ വേറെ ആളുകൾക്ക് അതെങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്തല്ലേ കണ്ണം വഴി കൂകി ഓടിച്ച് അവസാനം ചമ്മി നാറി ഫോൺ എടുത്ത് വെച്ച് ഹലോ എന്നാക്കിക്കൊണ്ട് പോകുന്ന റിനിയാണ് ഇവിടെ കാണുന്നത്. എന്താല്ലേ ഇനിയും എത്ര കൂവലുകൾ കേൾക്കാൻ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റിനി അതുകൊണ്ട് ഇപ്പം പബ്ലിക്കിലൊന്നും വരാറില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ന റിനിയെ കണ്ടം വഴി എന്തായാലും കൂവി ഓടിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ. ഇനി ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ബൈറ്റ് വെച്ച് തരാം. അതിനുശേഷം ഞാൻ രാഹുലിനെ സ്വീകരിക്കുന്ന പ്രവർത്തകരെ ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ വ്യക്തി രാഹുൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കണമെങ്കിൽ ഇത് നോക്കിക്കേ. രാഹുലിനെതിരെ വന്നൊരു ആരോപണം കൊണ്ടിട്ട് രാഹുലിനെ പുറത്താക്കിയ റിനി ഇപ്പം തലകുനിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ ആ ആരോപണം ഏറ്റുവാങ്ങി ഇത്രയും സൈബർ അറ്റാക്കുകളൊക്കെ നേരിടേണ്ടി വന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആവേണ്ട അവസ്ഥ വന്ന വ്യക്തി തല ഉയർത്തി തന്നെ നിൽക്കുവാണ്. അപ്പം അയാളിൽ സത്യമുള്ളതുകൊണ്ടാണ് അയാൾ ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നതും ജനങ്ങൾ നെഞ്ചിലേറ്റി സ്വീകരിക്കുന്നതും. ഓക്കെ, ഞാൻ ഇനി രാഹുലിൻ്റെ ഒരു ബൈറ്റ് ഇവിടെ വെച്ച് തരാം, അതും കൂടെ ഒന്ന് കണ്ടുപോകെ. എക്സ്-എം-എൽ-എമാർക്ക് എല്ലാവർക്കും ക്ഷണമുണ്ട്. നീ ആരാ ക്ഷണിച്ചതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ 3.5 കോടി മലയാളികളെ കഴിഞ്ഞ ദിവസം ശ്രീ വി.ഡി. സതീശൻ ക്ഷണിച്ചിരുന്നു. പാസ് എക്സ്-എം-എൽ-എമാരുടെ പാസ്സും ഉണ്ട്. സന്തോഷമുള്ളത്. കാരണം എങ്ങാനും എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും ജയിക്കുമ്പോൾ അത് പറഞ്ഞില്ല എങ്കിലും
എനിക്കൊരു വലിയ റിലീഫാണ് സത്യത്തിൽ. പിന്നെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നൊരു വലിയ അവസരമാണ്. അതെനിക്ക് പാർട്ടി തന്നു. അതിനേക്കാൾ ഞാൻ എൻജോയ് ചെയ്യുന്നത് രാഷ്ട്രീയം പറയുന്നതിനകത്താണ്. അതിപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ശേഷം നമ്മുടെ മണ്ഡലം ജയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. 10 വർഷക്കാലമായി കേരളത്തിലെ UDFൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തെരുവിൽ നീതി നിഷേധത്തിനെതിരായിട്ട് വലിയ സമരമായിരുന്നു. ആ സമരത്തിന് ജനം നൽകിയ അംഗീകാരമായിട്ടാണ് ഈ 102 ഉജ്ജ്വല ഭൂരിപക്ഷത്തോടു കൂടിയ മന്ത്രിസഭയെ കാണുന്നത്. ആ നീതി നിഷേധം ജനങ്ങൾ നേരിട്ടിരുന്നു. ആ നീതി ജനങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസമാണ്. ടീം UDF തകർത്തു. ടീം കേരളം ഒരുമിച്ച് നിന്ന് ഒരു ദുഷ്ഭരണത്തെ തകർത്തു എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശരിയാണ്. ഗംഭീരമായ മന്ത്രിസഭയാണ്. കാരണം എക്സ്പീരിയൻസും ചെറുപ്പവും പുതുമുഖവും എല്ലാം കൂടെ ബ്ലെൻഡായിട്ടുള്ള മന്ത്രിസഭയാണ്. ഒരു പുതുമുഖം മുഖ്യമന്ത്രിയായി തന്നെ കടന്നു വരുന്നു. ഒരു പുതുമുഖ മന്ത്രിസഭ ഉണ്ടാകുന്നു. ഒരു പുതുയുഗ കേരളം ഉണ്ടാകുന്നു. ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. കാരണം ഇതുവരെ കേരളം ഭരിച്ചിരുന്നത് 80s ലീഡേഴ്സായിരുന്നു. അവിടെ നിന്നൊരു ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷനാണ് പുതിയ ടീമിലൂടെ ഉണ്ടാകുന്നത്. പ്രോ കോൺഗ്രസ് ആയ മുഴുവൻ ആളുകളും നമ്മളെല്ലാവരും മന്ത്രിസഭയിലായി. ഇത് ഞങ്ങളെല്ലാവരും മന്ത്രിമാരാണെന്നുള്ളൊരു ഫീലിലാണ്. 102 മന്ത്രിമാരല്ല, കേരളത്തിലെ 3.5 കോടി മന്ത്രിമാരാണ് ഉള്ളത്. അപ്പോൾ ആ മന്ത്രിസഭയിൽ PT ബൽറാമും ചാണ്ടി ഉമ്മനും എല്ലാവരും ഉണ്ട്. അവരേറ്റവും ഏബിളും എഫിഷ്യൻറ്റുമാണ്. അതുകൊണ്ടാണല്ലോ വലിയ ഭൂരിപക്ഷം നൽകി തൃത്താലയിലും പുതുപ്പള്ളിയിലുമൊക്കെ MLA-മാരായി അവർ കടന്നു വന്നത്. അപ്പോൾ UDFൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ ഒരു പകുതി ക്രെഡിറ്റ് രാഹുലിന് കൊടുത്തേ പറ്റൂ. രാഹുൽ കൂടെ അർഹതപ്പെട്ട ഒരു വിജയം തന്നെയാണ് 102 സീറ്റിൻ്റെ വിജയം, അല്ലേ? പിന്നെ ഇപ്പം രാഹുൽ നിലവിൽ ഉണ്ടായിരുന്നെങ്കിൽ പാലക്കാട് നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് MLA സ്ഥാനത്ത് വന്ന് ഇപ്പം മന്ത്രി, ഈ സത്യപ്രതിജ്ഞയിൽ മന്ത്രിയാവേണ്ട ഒരു മുതലായിരുന്നു, അല്ലേ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും അവസരങ്ങൾ കിട്ടും, രാഹുലിന് കിട്ടും. പാർട്ടിയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് കൊണ്ടുവരണമെന്നാണ് എനിക്ക് മുഖ്യമന്ത്രി VD സതീശനോട് പറയാനുള്ളത്. കാരണം VD സതീശൻ എടുത്ത നിലപാടും പുള്ളി പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആ ഒരു വേദന മനസ്സിൽ കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും രാഹുലിൻ്റെ ഈ ഒരു വിഷയം അത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഉള്ള വിധി എന്ന് കണ്ടതാണ്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി രാഹുലിനെ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് എനിക്കും പറയാനുള്ളത്. ഇനി ഞാനിവിടെ റിനിയുടെ ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകളൊന്നും ഞാനൊന്ന് വായിക്കാം. ആ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റുകൾ 2000 പേരാണ് കമൻറ്റുകൾ ഇട്ടേക്കുന്നത്. ഒന്ന് നോക്കിക്കോണം. 9000 പേര് ലൈക്ക് ചെയ്തു. റിനിയെ കൂകി വിളിച്ച് UDF പ്രവർത്തകരെ കൂകി വിളിച്ച് റിനി കണ്ടം വഴി ഓടുന്ന വീഡിയോയ്ക്ക് 9000 പേരാണ് ലൈക്ക് ചെയ്തേക്കുന്നത്. 2000 പേര് കമൻറ്റ് ഇതിനകത്തുണ്ട്. ആ 2000 പേരുടെ കമൻറ്റൊന്നും ഞാൻ വായിക്കുന്നില്ല. പക്ഷേ ഞാൻ വായിച്ചതിൽ ഒരൊറ്റ കമൻറ്റ് പോലും റിനിക്ക് പിന്തുണയായിട്ട് ഒരാൾ പോലും ഇട്ടിട്ടില്ല. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഞാൻ എന്തായാലും കുറച്ച് കമൻറ്റുകളൊക്കെ ഇവിടെ നിന്ന് ഞാൻ വായിക്കാം. ഉഷാ ഗോപാലൻ ഇട്ടേക്കുന്ന കമൻറ്റ്, ഉളുപ്പെന്ന് പറയുന്ന സാധനം അതിൻ്റെ അടുത്തുകൂടി പോയിട്ടില്ല, സമ്മതിച്ചെന്ന്. അടുത്തത് ജലീൽ അബ്ദുൽ ജലീൽ ഇട്ടേക്കുന്നത്, ഇവിടെ അടുപ്പിക്കരുത്, ചതിയിൽ വീഴും. അടുത്തത് ഉനൈസ് കടമ്പുഴ ഇട്ടേക്കുന്ന കമൻറ്റ്, ഇവിടെയും വന്നു, ഇവളെ അടുപ്പിക്കാതിരുന്നാൽ കോൺഗ്രസ്സുകാർക്ക് നല്ലത്, ഇല്ലെങ്കിൽ രാഹുലിനെ ഇല്ലായ്മ ചെയ്ത പോലെ നശിപ്പിക്കും. ഇനി അടുത്ത കമൻറ്റ്, മോളെ 5 കൊല്ലം ഭരിച്ചോട്ടെ, ഞങ്ങൾ സാധാരണ പ്രവർത്തകന്മാർ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആക്കിയത്, നിൻ്റെ കാല് പിടിച്ചോളാം, അവിടുന്ന് അധികം തിരിഞ്ഞ് കളിക്കല്ലേ. അടുത്തത്, ഇവിടെ അടുപ്പിക്കരുത്, ഇവൾ മഹാ റോഡാണ് അലവലാതി. അടുത്തത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UDF പ്രവർത്തകർ കൂക വിളിച്ച് കണ്ടം വഴി ഓടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് ആ കമൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത കമൻറ്റ്, സൂസമ്മ മാത്യു, അവളെ ആരും മുട്ടല്ലേ, രാഹുലിൻ്റെ അനുഭവം അറിയാലോ, അവൾ കേസ് കൊടുക്കും. ഇങ്ങനെ നിരവധി 12000 പേര്. എല്ലാ കമൻറ്റൊന്നും ഞാൻ വായിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകളാണ്. ഇപ്പം എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ ഇപ്പം വരും. റിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അങ്ങോട്ട് ചൊറിഞ്ഞ് ഒരു പരുവാവുന്ന ആളുകൾക്ക് അത്രയ്ക്കും ദേഷ്യമാണ് ആളുകൾക്ക്. അപ്പം എന്തായാലും ഞാൻ രാഹുലിൻ്റെ ഒരു ചെറിയൊരു ബൈറ്റും കൂടെ വെച്ച് തരാം. ബിഗ് TVക്ക് കൊടുക്കുന്ന ബൈറ്റാണ്. സത്യം പറഞ്ഞാൽ രാഹുലിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വേണം, അല്ലേ? ഇത്രയും കഴിവും നട്ടലും അതുപോലെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ആ കാര്യങ്ങൾ നല്ലപോലെ പഠിച്ച് വീക്ഷിച്ച് സംസാരിക്കുന്ന ഇതുപോലെ ഒരാൾ
ഒരാളും എന്തായാലും ഈ ഒരു UDF പ്രസ്ഥാനത്തിലില്ല അല്ലേ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി കസേരയിൽ നല്ലൊരു ഇത് തന്നെ, നല്ലൊരു പോസ്റ്റ് തന്നെ, നല്ലൊരു വകുപ്പ് തന്നെ രാഹുലിന് കിട്ടിയത് അല്ലേ. ഓക്കെ, ഞാനിനി ബിഗ് ടി വിക്ക് കൊടുത്തിട്ടുള്ള ചെറിയൊരു ബയറ്റ് ഞാൻ ഇവിടെ വെച്ചുതരാം, അതുകൊണ്ട് നിങ്ങളത് കണ്ടു. ഓക്കെ, നമ്മൾ കാണുന്ന ദൃശ്യം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയ പ്രവീണ എവിടെയുണ്ട്? പ്രിയ പ്രവീണ, സർപ്രൈസ് എൻട്രി ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്. ഭയങ്കര സന്തോഷം. എടുക്കാനും എത്തിപ്പിടിക്കാനും കൈ കൊടുക്കാനും ഇങ്ങനെ വേണം. ഭയങ്കര സന്തോഷം എന്നാണ് രാഹുൽ പറയുന്നത്. മുതൽ തിരുവനന്തപുരം വരെ ചെടിച്ചട്ടി കൊണ്ട് അടികൊണ്ടവരും ഹെൽമറ്റ് കൊണ്ട് അടികൊണ്ടവരും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. അവരുടെ സമരങ്ങൾ, ആ സമരങ്ങൾ കൂടി വിജയിച്ചു എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണ്. ആ സമരങ്ങൾക്കൊക്കെ വലിയ പിന്തുണ നൽകിയ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന വ്യക്തി വനവാസം കൽപ്പിക്കപ്പെട്ടയാൾക്ക് പട്ടാഭിഷേകം കിട്ടുമ്പോൾ സ്വാഭാവികമായി വലിയ സന്തോഷമാണല്ലോ. താങ്ക് യു. ഓക്കെ, ഞാനിനി ഇവിടെ രാഹുലിനെ കണ്ടപ്പോഴത്തേക്ക് ജനങ്ങൾ, UDF പ്രവർത്തകർ സന്തോഷം കൊണ്ട് കൈ കൊടുക്കുന്നതും സെൽഫി എടുക്കുന്നതും, കാരണം അത്രയും ജനങ്ങൾ രാഹുലിനെ 2 കൈ നീട്ടി വരവേൽക്കുന്നൊരു വീഡിയോ കാണിച്ചുതരാം. മറുവശത്ത് നമ്മൾ കണ്ടതാണ് റിനിയെ കണ്ടം വഴി കൂക്കി ഓട്ടിക്കുന്നതും. കാരണം അതാണ് രാഹുലും റിനിയും തമ്മിലുള്ള വ്യത്യാസം. അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ രാഹുൽ എന്നൊരു വ്യക്തിക്ക്. കാരണം UDF പ്രസ്ഥാനത്തിന് ഇത്രയും ഒരു മുതൽക്കൂട്ട് ഉണ്ടാക്കി കൊടുത്തൊരു മുതൽ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ആ ഒരു വീഡിയോ കൂടെ കണ്ടു. ഓക്കെ, പ്രവർത്തകർ രാഹുലിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന വീഡിയോ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.